ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ശ്രീകാന്ത് വർഷയും കൂടെ ആരെ അറിയിക്കാതെ ശ്രീകാന്തിൻ്റെ വീട്ടിലോട്ട് തന്നെ മടങ്ങുകയാണ്. വർഷമാണെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതില്ല. നേരെ ശ്രീകാന്തിൻ്റെ കൂടെ ഭക്ഷണവും കഴിച്ച് ശ്രീകാന്തിൻ്റെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ മഹിമയും മധുസൂദനും ഇവരെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്നാൽ വീട്ടിലോട്ടെത്തുന്ന സമയമായിട്ടും വർഷയെ കാണാനില്ല. അങ്ങനെയാണ് മഹിമ വർഷയ്ക്ക് വിളിച്ചു നോക്കുന്നത്. പക്ഷേ വർഷ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ആ സമയം തന്നെ പെട്ടെന്ന് ചന്ദ്രമതിക്കും വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ചന്ദ്രമതി വിവരങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ മഹിമയ്ക്ക് ദേഷ്യം വരെയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് മഹിമയാണെങ്കിൽ കേട്ടതും കേൾക്കാത്ത പാതി ഫോൺ വെച്ചിട്ട് നേരെ മധുസൂദൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അങ്ങനെ മധുസൂദനെയും മഹിമയും കൂടെ നേരെ ശ്രീകാന്തിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അവളുടെ സമ്മതമില്ലാതെ അവളെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയ മട്ടിലാട്ടോ ഇവരുടെ സംസാരം. അവിടെയാണെങ്കിൽ നല്ല തല്ലാണ് കേട്ടോ നടക്കുന്നത്. എന്തായാലും കിട്ടില്ലെന്നൊരു എപ്പിസോഡാണ് കേട്ടോ. ഈ ഒരു സംഭവം മാത്രമല്ല, ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയുടെ അച്ഛൻ വരാത്തതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് വലിയൊരു വിഷയം അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് വർഷയാണ്. വർഷയുടെ ഡബ്ബിംഗ് ജോലിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആ സമയത്താണ് ശ്രീകാന്തും വർഷയും കാത്തുകൊണ്ട് ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വർഷയാണെങ്കിൽ സന്തോഷത്തോടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ശ്രീകാന്ത്, എന്നാൽ പിന്നെ നമുക്ക് പോവാനല്ലേ ഞാൻ വന്നത്? അല്ല, നിൻ്റെ വീട്ടിലോട്ട് ആദ്യം പോകണ്ടേ? നമുക്ക് അവിടെ വിവരം അറിയിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് പോയാൽ പോരെ? ശ്രീകാന്ത്, നീ എന്ത് മണ്ടത്തരാ പറയുന്നത്? അങ്ങോട്ട് കയറി ചെന്ന് കൊടുത്താലുണ്ടല്ലോ, എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എന്നെ ഇങ്ങോട്ട് വിടുകയേ ഉണ്ടാവില്ല. അതെന്താ വർഷം അങ്ങനെ? അവർ വിടാതിരിക്കുക? നീ എൻ്റെ ഭാര്യയല്ലേ? അപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തല്ലേ നീ വേണ്ടത്? അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മ എന്നെ വിടില്ല. പിന്നെ അത് ശ്രീകാന്തുമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറും. നമുക്ക് ശ്രീകാന്തിൻ്റെ വീട്ടിലോട്ട് പോകാം. അവിടെ എത്തി 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് വിളിച്ച് പറയാം. പക്ഷേ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. നിൻ്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് അന്വേഷിക്കില്ലേ? അവർ വിളിച്ചോട്ടെ. വിളിക്കുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ വീട്ടിലാണെന്ന് പറയണം. ശരി, നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എൻ്റെ ശ്രീകാന്ത്, നീ ഒന്ന് വണ്ടി എടുക്കുക. അവരെ ചിരിപ്പിച്ച് കളിച്ചുകൊണ്ട് വണ്ടി എടുത്ത് നേരെ പോകുന്നത് ശ്രീകാന്തിൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ കാണിക്കുന്നത് ചുമ്മാ സോഫയിലിരുന്ന് ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിയാണ്. ഇത് കണ്ടപ്പോൾ അവിടെ തന്നെ സച്ചിയും അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ രവി പറയുന്നുണ്ട്, എടാ, നിനക്ക് എപ്പോഴും ഈ ഒരു വിചാരം തന്നെ ഉള്ളൂ? എൻ്റെ അച്ഛ, ഇവന് തിന്നണം, നേരത്തിന് ഉറങ്ങണം, ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഇതിനാ ഞാൻ ജീവിക്കുന്നത്, ആ പൗഡർ ഇടത്തിൻ്റെ കാശ് കളയാൻ. ആ സമയത്ത് രവി പറയുന്നുണ്ട്, എടാ ശ്രുതി, നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിച്ചതുകൊണ്ടാണോ പുറത്തിറങ്ങി വല്ല ജോലി അന്വേഷിക്കുക? നിൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി കിട്ടിയില്ലെങ്കിലും ഏത് ജോലി ആയാലും ചെയ്താൽ പോരെ? ഒരു വിലയുമില്ലാതെ വീട്ടിലിരുന്ന് ഇങ്ങനെ തിന്നുന്നതിനേക്കാളും ഭേദം അതല്ലേ ശ്രുതി? ഈ ഓറഞ്ചിന് എന്ത് മധുരമാണെന്ന് അറിയാച്ചാ. അല്ല, ഈ സച്ചിയെന്തിനാ ഇതിലോട്ടിങ്ങനെ നോക്കി നിൽക്കുന്നത്? നീ നോക്കി നിന്നിട്ട് കാര്യമില്ല. നിനക്കിതിനൊരെണ്ണം പോലും ഞാൻ തരില്ല. സച്ചി, നീ നോക്കി വെള്ളം ഇറക്കാതെ പോയേ വെറുതെ എൻ്റെ വയറിനോരോ പ്രശ്നം ഉണ്ടാക്കാൻ. പിന്നെ നിൻ്റെ ഉണങ്ങിയ ഓറഞ്ച് കിട്ടാഞ്ഞിട്ടല്ലേ? അത് നീ തന്നെ അങ്ങ് മുണങ്ങിക്കോ. അച്ഛാ, ഇവനോടൊക്കെ സംസാരിക്കുന്നത് വെറും വേസ്റ്റാ. ആ സമയം കൊണ്ടേ അച്ഛൻ്റെ ആരോഗ്യം നോക്കിക്കോ. അല്ലെങ്കിലേ അച്ഛന് കൊണ്ടുവെക്കുന്നത് ഇവനെടുത്ത് അങ്ങ് വിഴുങ്ങും. ആ സമയത്താണ് ചന്ദ്രപതി വരുന്നത്. അമ്മേ, ഈ സച്ചി ഉണ്ടല്ലോ, അവൻ ഞാൻ കഴിക്കുന്നതിന് വരെ കണക്ക് പറയുക. അല്ല, അതിനിവനാരാ? അല്ല, നീ എന്തിനാടാ ഇവനോട് കഴിക്കുന്നതിന് കണക്ക് പറയുന്നത്? നീ വല്ലതുമാണോ ഇവന് വാങ്ങിച്ചു കൊടുക്കുന്നത്? അപ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, മതി, അത്രയും സംസാരങ്ങളൊന്നും വേണ്ട. അച്ഛാ, ഇവർ പറയട്ടെ. കുറേ കൊടുത്ത് എല്ലാവരെയും കഴിപ്പിച്ചിട്ട് ആ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഈ സച്ചി ഇവിടെ ഒന്നും ചെയ്യാത്ത മട്ടില്ല ഇവരുടെയൊക്കെ സംസാരം. ചന്ദ്രേ, ഒരു നാളിൽ എനിക്ക് വയ്യാതിരുന്ന സമയത്ത് സച്ചിയുടെ കാരുണ്യത്തിനായിരുന്നു ഈ വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സച്ചി ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ടുവരുന്ന പണമായിരുന്നു ഇവിടെ എല്ലാവരുടെയും വയറ് നിറയ്ക്കുന്നത്. എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് നീ അതൊക്കെ മറന്ന മട്ടിലാണല്ലോ സംസാരിക്കുന്നത്. ഓ, എൻ്റെ രവിയേട്ടാ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ചന്ദ്രേ, നീ പറയുന്നതിന് ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവൻ കണ്ടില്ലേ, ഈ ഇരുത്തം അങ്ങ് ഇരുന്ന് ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. നീ കണ്ടുപിടിച്ച നിൻ്റെ മരുമകളെ ആ കുട്ടി അധ്വാനിച്ചിട്ടാണ് ഇവൻ്റെ ജീവിതവും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇവൻ ഒരു കാലത്തും ഈ വീട്ടിലോട്ട് കൊണ്ടുവരുന്നില്ല. ആ ശ്രുതിക്ക് ഒരു 5 പൈസ പോലും ഇവൻ കൊടുക്കുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ലെന്നാ പറഞ്ഞത്. അതിന് രവിയേട്ട, ഇവൻ്റെ അമ്മായപ്പനെ നല്ല ഒന്നാന്തരം പണിക്കാരനാ. അല്ലാതെ ചിലരെ പോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതല്ല. കുറേ ഉണ്ടായിട്ടെന്താ കാര്യം? ഇവൻ എന്ത് തേങ്ങയാണ് ഇതുവരെ കിട്ടിയത്?
പൗഡർ എടുത്ത് മലേഷ്യയിൽ ഒരു അച്ഛനുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും നാളായിട്ട് അയാളെ ഒന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവനെ ബിസിനസ്സിന് ചെയ്യാൻ സഹായിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തോ? കാലം കുറേ ആയില്ലേ ഒരു അച്ഛനുണ്ട് മലേഷ്യയിലെന്ന് പറയാൻ തുടങ്ങിയിട്ട്. ആ സമയത്ത് ഇത് കേട്ടിട്ട് ചന്ദ്ര ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് അത് കേട്ടപ്പോൾ അത് ഈ ചന്ദ്ര നേരെ പോകുന്നത് ശ്രുതി ഇരിക്കുന്ന മുറിയിലോട്ടാണ്. ആ മുറിയാണെങ്കിൽ ഉറക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിയാണെ പേടിച്ച് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കാണുന്നത്. അയ്യോ ആൻറ്റി, എന്താ ആൻറ്റി? ഓ ആൻറ്റി, നീ എന്നെ വിളിക്കരുത് അങ്ങനെ. മിക്കവാറും നിനക്കെന്നെ ആൻറ്റി എന്ന് വിളിക്കാനുള്ള അവകാശം പോലും ഇല്ലാതായി വരും. ആൻറ്റി ഇത് എന്തൊക്കെയാ പറയുന്നത്? എടി നിന്റെ അച്ഛൻ അന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അങ്ങേര് നാട്ടിലെത്തിയെങ്കിൽ നിന്നെ ഒന്ന് കാണാൻ വരേണ്ടതല്ലായിരുന്നോ? നിന്നോടെന്തെങ്കിലും ചോദിക്കും, നീ ഓരോ ഉഡായ്പ് ന്യായങ്ങൾ ഇങ്ങനെ പറയുമല്ലേ. അപ്പോൾ ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട്, അയ്യോ ഇവർക്കിത് വീണ്ടും ഓർമ്മ വന്നോ? ഇവരിത് മറന്നില്ലായിരുന്നോ? എന്താടി നീ ആലോചിക്കുന്നത്? ഞാൻ അത് മറന്നുപോയെന്നോ? എന്നാലേ ഞാൻ മറന്നിട്ടില്ല. അതിന് ചന്ദ്രമതി വേറെ ജനിക്കണം. നീ ഈ വീട്ടിലേക്ക് വലതുകാലെടുത്ത് വെച്ചപ്പോൾ ഉണ്ടല്ലോ, ഒന്നും കൊണ്ടുവന്നിട്ടൊന്നുമല്ല വന്നത്. ഞാനേ നിന്നെ വെറുതെ കൈപിടിച്ചങ്ങ് കയറ്റിയതാ. അപ്പോൾ ഞാൻ ഓർത്തില്ലല്ലോ ഇതുപോലെ ആയിരിക്കും നിന്റെ അച്ഛനെന്ന്. ഞാൻ പ്രതീക്ഷിച്ചു 1-2 മാസം കഴിഞ്ഞാൽ അദ്ദേഹം നിനക്ക് കോടികൾ അയച്ചു തരുമെന്ന്. ഇതിപ്പോൾ കോടി പോയിട്ടൊരു നക്കാപ്പിച്ച പോലും അയാൾ അയച്ചിട്ടില്ലല്ലോ. എന്നാൽ പിന്നെ പാർലറിൽ നിന്ന് അത്യാവശ്യം പണം കിട്ടുന്നുണ്ടാവില്ലേ? ഇതിനു മുമ്പ് ഒരു 5000 രൂപ എനിക്ക് കൊണ്ടുവന്നത് ഓർമ്മയുണ്ട് എന്ന്. ഇപ്പോൾ അതുമില്ല. എന്താ നിൻ്റെ അവസ്ഥ? ആ പൂക്കാരിപ്പെണ്ണിൻ്റെ അത്ര പോലും എനിക്കിപ്പോൾ നിന്നെ കാണുമ്പോൾ വില തോന്നുന്നില്ല. ഞാൻ നിന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന മരുമകളാ നീ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിൻ്റെ അച്ഛനിവിടെ എത്തിക്കണം. ഒരാഴ്ച സമയം തരാം. അതിനുള്ളിൽ നിൻ്റെ അച്ഛൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. ആൻറ്റി, ഞാനെന്ന് പറയുന്നത് നീ ഒന്നും പറയണ്ട. നിന്റെ അച്ഛൻ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ എത്തിയിരിക്കണം. ആൻറ്റി, ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. എന്താടി നിനക്ക് പറയാനുള്ളത്? ആൻറ്റി, അച്ഛൻ വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇളയച്ചനെ വീണ്ടും പറഞ്ഞയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇളയച്ചനെയോ? അതെന്താ നിന്റെ അച്ഛന് വരാൻ പറ്റില്ലേ? ആൻറ്റി, ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ ഇപ്പോഴത്തെ ഭാര്യ കുറച്ച് പ്രശ്നക്കാരിയാ. അവരത്ര പെട്ടെന്നൊന്നും ഇങ്ങോട്ട് അച്ഛനെ വിടില്ല. ഇത് പറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. എങ്കിൽ പിന്നെ നിന്റെ അച്ഛന് ഒരു തവണയെങ്കിലും നിന്നെ അങ്ങോട്ട് കൊണ്ടുപോക്കൂടെ? അതൊന്നുമില്ലാതെ അയാൾ മലേഷ്യയിൽ വിലസുക. ശ്രുതി, എനിക്ക് തോന്നുന്നു അയാൾ നിന്നെ ഒഴിവാക്കിയെന്ന്. അയാളുടെ 2ാം ഭാര്യയില്ലേ, അയാൾക്ക് വേറെ മക്കളും ഉണ്ടാവും. അതുകൊണ്ട് നിന്നെ അവർ മറന്നു കാണും. അങ്ങനെ മറന്നിരുന്നെങ്കിൽ ഇളയച്ചനെ ഇങ്ങോട്ട് പറഞ്ഞു വിടൂ. ഇളയച്ചനോ അച്ഛനോ ആരെങ്കിലും വരട്ടെ. എൻ്റെ ശ്രുതിക്ക് ബിസിനസ് തുടങ്ങാനുള്ള പണം കൊണ്ട് അവരിങ്ങോട്ട് വന്നാൽ മതി. ആൻറ്റി, എനിക്ക് എടുപിടിയെന്നൊന്നും അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല. ശ്രുതി ഒരു ജോലിയും വേലയില്ലാതെ ഇവിടെ നിൽക്കുകയാണെന്ന് എൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പറ്റുക? അങ്ങനെ പറയണ്ടല്ലോ. വേറെ എന്തൊക്കെ ആവശ്യങ്ങൾ നിനക്ക് പറയാം. അങ്ങനെ ഞാൻ എപ്പോഴും കള്ളം പറയേണ്ടി വരില്ലേ ആൻറ്റി? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നിൻ്റെ ഇളയച്ചൻ വരുന്നുണ്ടല്ലോ, ബാക്കി കാര്യം അപ്പോൾ തീരുമാനിക്കാം. ഇതും പറഞ്ഞ് ചന്ദ്രമതി അവിടുന്ന് പോരുകയാണ്. ആ സമയത്താണ് ശ്രീകാന്ത് വർഷയുടെ വീട്ടിലോട്ട് കയറി വരുന്നത്. ശ്രീകാന്തിനെ കണ്ടപാടെ തന്നെ നേരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചന്ദ്ര. മോനെ, നീ വന്നോ? എനിക്കറിയായിരുന്നു നിനക്ക് ഞങ്ങളെ ഒന്നും വിട്ട് ഒരുപാട് ദിവസമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്. മോളെ വർഷേ, നിനക്ക് പിണക്കമൊക്കെ മാറിയോ? എനിക്കിപ്പോൾ പിണക്കമൊന്നും ഇല്ല ആൻറ്റി. എന്നായാലും ഞാൻ ഒരുപാട് വിഷമിച്ചു. അപ്പോൾ രവി പറയുന്നുണ്ട് അങ്ങോട്ട്, ഇതാരാ? ശ്രീകാന്തോ? മോൻ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. അച്ഛാ, എനിക്ക് നിങ്ങളെയൊക്കെ കാണാതെ അങ്ങനെ ഒരുപാട് കാലം അവിടെ നിൽക്കാൻ പറ്റുമോ? അതൊരിക്കലും ഇല്ല. എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു മോനും മോളും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന്. സോറി അങ്കിൾ, എൻ്റെ അച്ഛൻ ചെയ്തു കൂട്ടിയ വിവരം ഒന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ അപ്പം പറഞ്ഞു. അതേ പറ്റിയൊന്നും ഇനി സംസാരിക്കേണ്ട മോളെ. നിങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. ആ സമയത്ത് തന്നെ രേവതി അങ്ങോട്ട് വരുന്നത്. വർഷേ, നീ വന്നോ? എന്തിനാണ് നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? വെറുതെ വർഷമോളുടെ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട്. ആൻറ്റി എന്തൊക്കെയാ പറയുന്നത്? ഏട്ടത്തിൻ്റെ ശബ്ദം കേട്ട എക്സൈറ്റ്മെൻറ്റിൽ ഓടി വന്നതല്ലേ. ആ പാവത്തിന് ഇങ്ങനെ നിനക്ക് പറയാവോ? ആ മോളുടെ അച്ഛനോട് ഇവളാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ആ പ്രശ്നം ഊതി വീർപ്പിച്ചിട്ടാണ് സച്ചിനിൻ്റെ അച്ഛനെ കയ്യിൽ തല്ലിയത്. അതിന് രേവതിയേട്ടത്തി എന്ത് പഴിച്ചു? എന്തായാലും രേവതിയേട്ടത്തി അതും പറഞ്ഞ് ആരും ഇവിടെ കുറ്റപ്പെടുത്തണ്ട. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ അമ്മേ, ഏട്ടത്തി അതിനെന്ത് ചെയ്തു? ഏട്ടത്തി പാവം ഏട്ടത്തി. തെറ്റിദ്ധരിച്ച് അവിടുത്തെ അച്ഛൻ ഓരോന്ന് പറഞ്ഞു. ഇനിയും അതിൻ്റെ പേരിൽ ഈ പാവം ഏട്ടത്തി ആരും കുറ്റപ്പെടുത്തണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ശ്രീകാന്തും വർഷ അകത്തേക്ക് പോവുകയാണ്. എന്തായാലും വേണ്ടിയില്ല, അവർ വന്നല്ലോ, സന്തോഷമായി. എന്താടി നോക്കിയിരിക്കുന്നത്? വർഷമോൾക്ക് നല്ലൊരു ഷെയ്ക്ക് അടിച്ചു കൊടുക്ക്. പിന്നെ എനിക്ക് രവിയേട്ടന് നല്ല കടുപ്പത്തിൽ ഒരു ചായ എടുക്ക്. അപ്പോൾ രവി പറയുന്നുണ്ട്, എന്താ വർഷ ഇപ്പോൾ ഷെയ്ക്ക് വേണമെന്ന് നിന്നോട് പറഞ്ഞോ ചന്ദ്രേ? അല്ല, നമ്മൾ മനസ്സറിഞ്ഞ് കൊണ്ട് കൊടുക്കണ്ടേ? അങ്ങനെ കൊണ്ട് കൊടുക്കണമെങ്കിൽ നിനക്ക് കൊണ്ട് കൊടുത്തൂടെ? അത് പിന്നെ ഇവളല്ലേ എപ്പോഴും ഉണ്ടാക്കാറ്. ഇവൾ എന്നെ
ഇവളെ തന്നെ ഉണ്ടാക്കട്ടെ. ചന്ദ്ര, നിനക്ക് നിന്റെ മരുമകൾക്ക് ഷേക്ക് കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നീ തന്നെ കൊണ്ട് കൊടുക്കുക. പിന്നെ ചായ അത് രേവതി മോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ മോളെ? ഓ, ചായ എപ്പോഴേ റെഡിയാച്ചാ. നിങ്ങൾ എന്തു പറഞ്ഞാലും ഇവളെ തലയിൽ കയറ്റി വെക്കത്തേ ഉള്ളൂ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വർഷയുടെ വീടാണ്. മഹിമയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, മഹിമേ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, അവൾ വന്നോളൂ. ഇനിയിപ്പോൾ എപ്പോൾ വരാനാ? സമയം ഇപ്പോൾ തന്നെ ഒരുപാടായി. അവളിങ്ങനെ ഇത്ര ലേറ്റ് ആവാറില്ല മധുവേട്ടാ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളെ ഒന്ന് വിളിച്ചു നോക്കിയാൽ പോരെ? അത് ശരിയാ, മധുവേട്ടനൊന്ന് വിളിച്ചു നോക്ക്. ഏയ്, എന്നേക്കാൾ നല്ലത് നീയാ. നീ തന്നെ നിന്റെ ഫോണിൽ വിളിക്ക്. ആ, എന്നാ വിളിക്കല്ലേ? ആ, വിളിക്കുന്നേ. അങ്ങനെ വർഷയുടെ അമ്മ ഫോൺ ചെയ്യുന്ന കേട്ടോ. പക്ഷേ വർഷയുടെ ഫോൺ റിങ് ചെയ്യുന്നല്ലാതെ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. മധുവേട്ട 2 തവണയായി അവളെ വിളിക്കുന്നു, അവൾ ഫോൺ എടുക്കുന്നില്ല. ആ വർഷയ്ക്കിത് എന്ത് പറ്റി? അവൾ എന്താ ഫോൺ എടുക്കാത്തത്? ഇനി ഡ്രൈവ് ചെയ്യുകയാണോ? ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ മോൾ എവിടെയെങ്കിലും നിർത്തി ആ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതല്ലേ? അതല്ലെങ്കിൽ തിരിച്ചു വിളിക്കേണ്ടതാ. കുറച്ച് നേരം കൂടി കാത്തു നോക്കാം. എന്നിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അവളെ വിളിക്കാം മധുവേട്ട. നമുക്ക് ഡബ്ബിംഗ് സെൻറ്ററിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? അവിടുത്തെ അയാളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. അവിടുന്ന് ഇറങ്ങിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. ശരി മധുവേട്ട. ഇത് പറഞ്ഞ് അയാൾക്ക് ഫോൺ ചെയ്യുന്നു. ഹലോ ഹലോ, ഞാൻ വർഷയുടെ അമ്മയാണ്, മഹിമ. ഓ, വർഷയുടെ അമ്മയാണോ? എന്താ മാഡം? അത് പിന്നെ വർഷ അവിടുന്ന് പോന്നോ? ഇന്ന് ഉച്ചയ്ക്ക് തന്നെ വർഷ പോന്നാണല്ലോ. വർഷയെ വിളിക്കാൻ വേണ്ടി ശ്രീകാന്ത് വന്നിരുന്നു. എന്ത്? വർഷയെ വിളിക്കാൻ ശ്രീകാന്ത് വന്നെന്നോ? ഉച്ചയ്ക്കപ്പോൾ അവൾ അവിടുന്ന് പോന്നോ? ഇന്ന് കുറച്ച് ഡബ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ അവൾ പോന്നു. എന്നാൽ പിന്നെ ശരി. ശരി മാഡം. മധുവേട്ട, അവൾ ഉച്ചയ്ക്ക് തന്നെ ആ ഡബ്ബിംഗ് സെൻറ്ററിൽ നിന്ന് പോയെന്ന്. അയ്യോ, അപ്പം പിന്നെ അവൾ എവിടെ പോയി? അറിയില്ല മധുവേട്ട. ശ്രീകാന്താണ് അവളെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയത്. മിക്കവാറും അവൾ ശ്രീകാന്തിൻ്റെ വീട്ടിലോട്ട് തന്നെ പോയി കാണും. എന്താ അപ്പോൾ നമ്മൾ ഇതുവരെ കളിച്ച നാടകമൊക്കെ വെറുതെ ആയോ? ഒന്നും അറിയില്ല മധുവേട്ട. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നീ ഒരു കാര്യം ചെയ്യുക, ആ ചന്ദ്രമതിക്കൊന്ന് ഫോൺ ചെയ്യുക. അറിയണമല്ലോ നമ്മുടെ മോളെ അവർ ബലം പ്രയോഗിച്ച് അങ്ങോട്ട് കൊണ്ടുപോയതാണോന്ന്. നമ്മളുടെ മോളുടെ മനസ്സ് അങ്ങനെയൊന്നും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ ബലം പ്രയോഗിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കാണും. എന്നാൽ പിന്നെ ചന്ദ്രമതിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ ചന്ദ്രമതിക്ക് മഹിമ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഹലോ ഹലോ മഹിമേ, എന്താ വർഷമോളെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? കിട്ടിയില്ല. മോൾ അവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലാതെ എവിടെ പോവാനാ? ആ മുറി കാണും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഫോൺ കട്ട് ചെയ്യാണ് മഹിമ. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് മധുസൂദനോട് പറയുന്നുണ്ട്, മധുവേട്ട, അവൾ നമ്മളെയൊക്കെ ചതിച്ചു. അവൾ ആ വീട്ടിലേക്ക് പോയി. എന്ത്? നമ്മുടെ മോള് നമ്മളെ ചതിക്കില്ല. എനിക്ക് തോന്നുന്നത് ശ്രീകാന്ത് ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ട് പോയതാന്നാ. എന്നാൽ പിന്നെ രണ്ടിലൊന്ന് അറിയണം. മധുവേട്ട, നിങ്ങൾ വണ്ടി എടുക്കുക, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഇവർ രണ്ടും കൂടി ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇവർ വരുന്നത് കാണുമ്പോഴേ ചന്ദ്ര അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ആഹാ, ആരൊക്കെയാ വരുന്നത്? വരണം. ചന്ദ്രേ, എവിടെ എൻ്റെ മോള്? വർഷയാണോ? വർഷമോൾ അകത്തുണ്ട്, ഞാനിപ്പോൾ വിളിക്കാം. നിങ്ങൾ അകത്തോട്ട് കയറിയിരിക്കുക. ഞങ്ങൾ കയറിയിരിക്കാൻ വന്നതൊന്നുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കാണണം. എന്താ മഹിമ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്ന് മധുസൂദനൻ പറയുന്നുണ്ട്. ഞങ്ങളുടെ മോളെ തട്ടിക്കൊണ്ടു പോയിട്ട് അവളുടെ മനസ്സ് മാറ്റിയെടുക്കാമെന്ന് കരുതിയോ? എന്നാൽ അത് നടക്കില്ല. അയ്യോ മധുസൂദന, നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നേ? അവൾ അവളുടെ സ്വയം ഇഷ്ടപ്രകാരം വന്നതാ. കള്ളം പറയണ്ട ചന്ദ്രേ. നിങ്ങൾ ഞങ്ങളുടെ മകളെ വിളിക്ക്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രവി വരുന്നത്. ചന്ദ്രേ, ഇവരെന്താ ഇവിടെ? അത് പിന്നെ രവിയേട്ട, വർഷ വീട്ടിൽ പറയാതെ ഇങ്ങോട്ട് വന്നെന്ന് തോന്നുന്നു. അതിനെന്താ, അവളുടെ വീടല്ലേ ഇത്. അവിടെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുമെന്ന് ഇവർക്ക് കരുതിക്കൂടെ? അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, നീ പഴയ വൈരാഗ്യം വെച്ച് എൻ്റെ മോളുടെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ, ദേ മുട്ടിന് താഴെ കാല് കാണില്ല. നീ ഇപ്പം പറഞ്ഞത് പറഞ്ഞു. ഇതെൻ്റെ മകൻ സച്ചിയുടെ മുന്നിൽ നിന്നായിരുന്നെങ്കിൽ നിന്റെ തല ഇവിടെ കാണത്തില്ലായിരുന്നു. അപ്പോഴാണ് വർഷ അങ്ങോട്ട് വരുന്നത്. അമ്മേ, അച്ഛ, നിങ്ങളെന്താ ഇവിടെ? മോളെ ശ്രീകാന്ത് ബലം പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണോ? എന്തൊക്കെയാ അച്ഛനും അമ്മയും പറയുന്നത്? ഞാൻ എൻ്റെ സ്വയം ഇഷ്ടപ്രകാരം വന്നതാ. മോളെ അച്ഛനെ പട്ടിയെ പോലെ തല്ലിയവൻ്റെ വീട്ടിലോട്ടാണോ മോള് കയറി വന്നത്? അയാൾ ഇവിടെ ഉണ്ടെന്ന് കരുതി ഞാൻ മാറി നിൽക്കണോ? അച്ഛനും അമ്മ അതാണോ പറയുന്നത്? അതല്ല മോളെ, എന്നാലും നിനക്ക് പെട്ടെന്നൊരു മാറ്റം. ഇവർ മോളുടെ മനസ്സ് മാറ്റിക്കളഞ്ഞല്ലോ. എന്നാലും ഞങ്ങളോടിത് വേണ്ടായിരുന്നു. മധുസൂദ, പോയി നിന്റെ പണി നോക്ക്. ഇനി വർഷമോളെ എങ്ങോട്ടും വരുന്നില്ല. അവൾ ശ്രീകാന്തിൻ്റെ കൂടി ഇവിടെ തന്നെ കഴിയും. അപ്പോൾ ഇനിയും നല്ല കിടിലൻ എപ്പിസോഡുകളാണ് വരാൻ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.